ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകളിൽ നിർണായകമായ പുരോഗതി. അന്തിമ വെടിനിർത്തൽ കരാറിന്റെ കരട് ഇസ്രായേലിനും ഹമാസിനും കൈമാറി ഖത്തർ. ഘട്ടം ഘട്ടമായി സൈന്യത്തെ പിൻവലിക്കാൻ നിർദ്ദേശം. ബന്ദികളെ കൈമാറുന്നതും ഘട്ടം ഘട്ടമായി നടക്കും. ഇനി വരേണ്ടത് ഇസ്രായേലിന്റെയും ഹമാസിന്റെയും ഔദ്യോഗിക പ്രതികരണങ്ങളാണ്. മുജീബ് റഹ്മാൻ ചേരുന്നുണ്ട്. മുജീബ്, നിർണായകമായ ഒരു പുരോഗതിയിലേക്ക് എത്തിയിരിക്കുന്നു. ട്രംപ് വീണ്ടും വൈറ്റ് ഹൌസിൽ എത്തുന്നതിന് മുമ്പ് യാഥാർത്ഥ്യമാകും വെടിനിർത്തൽ എന്നതാണോ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നത്? ധന്യ, ഈ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിലുള്ള ഒരു അന്തിമ കരട് രൂപമാണ്, അല്ലെങ്കിൽ ആ ഒരു ഡ്രാഫ്റ്റാണ് ഇപ്പോൾ ഖത്തർ, മധ്യസ്ഥരായ ഖത്തർ ഹമാസിനും ഇസ്രായേലിനും കൈമാറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദോഹയിൽ നടന്ന നിർണായകമായ ചർച്ചകളിൽ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ മേധാവി, അതുപോലെ തന്നെ അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള ദൂതന്മാർ, അതുപോലെ ഖത്തറി പ്രധാനമന്ത്രി എന്നിവർ ചേർന്ന് നടത്തിയ ഒരു ചർച്ചയിലാണ് ഇപ്പോൾ ഈ അന്തിമ ധാരണ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വെടിനിർത്തൽ കരാറിൻ്റെ കരട് തന്നെയാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ഇസ്രായേലിനും അതുപോലെ തന്നെ ഹമാസിനും അത് കൈമാറിയിരിക്കുന്നു. ഇവരുടെ ഭാഗത്തുനിന്നുള്ള ഔദ്യോഗികമായൊരു പ്രതികരണമാണ് ഇനി വരേണ്ടിയിരിക്കുന്നത്. ഈ ഒരു കരാറിൽ പ്രധാനമായും നേരത്തെ ഇസ്രായേൽ ഈ മുന്നോട്ട് വച്ചിരുന്ന വെടിനിർത്തൽ ധാരണകളിലെല്ലാം താൽക്കാലികമായ വെടിനിർത്തൽ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ പൂർണ്ണമായ ഒരു വെടിനിർത്തലിന് മാത്രമേ തങ്ങൾ തയ്യാറാവൂ എന്ന് ഹമാസ് നേരത്തെ അറിയിച്ചിരുന്നു. ആ അർത്ഥത്തിലുള്ള പൂർണ്ണമായ ഒരു വെടിനിർത്തലിനാണ് ഇപ്പോൾ ഈ ഒരു ധാരണയുള്ളത്. അതോടൊപ്പം തന്നെ അവശേഷിക്കുന്ന ബന്ദികളെ വിട്ടുകൊടുക്കുക എന്നതുകൂടി ഇതിൻ്റെ ഭാഗമാണ്. ഘട്ടം ഘട്ടമായി വെടിനിർത്തൽ സാധ്യമാക്കുക, അതോടൊപ്പം തന്നെ അനുസൃതമായി ഘട്ടം ഘട്ടമായി ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ള നിർദ്ദേശമാണ് ഈ ഒരു കരാറിലുള്ളത്. ഇരു കൂട്ടരും അത് അംഗീകരിച്ചതായുള്ള വിവരങ്ങളാണുള്ളത്. എന്നാൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇരു വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരി മുജീബ്.